കൊല്ലത്ത് നല്ല വെയിലാണ്, ചുട്ടുപൊള്ളുകയാണ്. പക്ഷേ കലോത്സവ വേദി അതേ ചൂട് കലോത്സവ വേദിയിലും ഉണർന്നുകൊണ്ടിരിക്കുന്നു. കാരണം ചൂടുള്ള പെർഫോമൻസ്, അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം അവരെ പിന്തുണയ്ക്കാനും എല്ലാം ഈ കലാലോകം, സാംസ്കാരിക ലോകം എല്ലാം കൊല്ലത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊപ്പം ഉള്ളത് കെ രാജൻ മന്ത്രിയാണ്. നമുക്കറിയാം അദ്ദേഹം രാജേട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. കൊല്ലത്ത് എങ്ങനെയാണ് രാജേട്ടൻ്റെ ഒരു അത്ഭുതമായിട്ട് തോന്നിയത് എന്താണ്? അല്ല, അസാമാന്യ പെർഫോമൻസാണ്. ഇത്തവണ മംഗലം കളി ഒരു ചടങ്ങിൻ്റെ സ്വാഗത ഗാനത്തിനേക്കാൾ മുമ്പ് അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി മംഗലം കളി അടുത്ത തവണ മുതൽ ഇനി മത്സര ഇനമായി മാറും. പാർശ്വവൽക്കരിക്കപ്പെട്ട കലകൾ കൂടി സ്കൂൾ യുവജനോത്സവത്തിൻ്റെ ഭാഗമായി വന്നാൽ ആ വിധത്തിൽ ശ്രദ്ധേയമാകുന്ന ഒരുപാട് താരങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാ കലോത്സവങ്ങളും അവരവരുടെ പ്രത്യേകതകളുണ്ടാകും. ഈ കലോത്സവം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കലകളെ കൂടി കലോത്സവത്തിലേക്ക് എടുക്കാൻ തീരുമാനിച്ച ഒരു കലോത്സവമായി മാറും. കൊല്ലം കണ്ടവന് ഇല്ല വേണ്ടെന്നാണ് ചൊല്ല്. നമ്മൾ തൃശ്ശൂർക്കാർ ഇവിടെ വന്നിട്ട് ഇത് കാണുമ്പോൾ പോകാൻ തോന്നുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. തൃശ്ശൂർ നമ്മൾ ഗംഭീരമായി നടത്തിയില്ലേ? തീർച്ചയായിട്ടും ഒരു അതിഗംഭീരമായിട്ട് 4 വർഷക്കാലം ഒരിക്കൽ കൂടി നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ഒരിക്കൽ കൂടി കലോത്സവത്തിന് തയ്യാറാണെന്ന്. അപ്പോൾ എന്തായാലും കൊല്ലം നല്ലതുപോലെ ഒരുങ്ങിയിട്ടുണ്ട്. 23 വേദികളിൽ ഒരേ സമയം മത്സരം ആരംഭിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തകരുടെയൊക്കെ വലിയ പിന്തുണയുണ്ട്. ഈ കലോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി മേള എന്ന് മാത്രമല്ല, ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മനുഷ്യർ ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിച്ചേരുന്ന ഒരു മഹാചടങ്ങാണ്. രാജേട്ടൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ കലാകാരന്മാരെ വേദിയിലെത്തിക്കുക അങ്ങനെ പരിപാടികളുണ്ടാകും. പക്ഷേ വേദിയിൽ എങ്ങനെയായിരുന്നു സാന്നിധ്യം? അങ്ങനെ ഏതെങ്കിലും കലാപ്രകടനങ്ങളുമായിട്ടുണ്ട്? സ്കൂൾ യുവജനോത്സവത്തിൽ സമ്മാനാർഹനായ പ്രസംഗ മത്സരത്തിൽ സമ്മാനം കിട്ടിയ ഒരു പഴയ വിദ്യാർത്ഥിയാണ്. അത് വിദ്യാർത്ഥി കാലത്ത് സ്കൂൾ യുവജനോത്സവം, കാലിക്കറ്റ് സർവകലാശാലയുടെ ഇൻ്റർസോൺ കലോത്സവം, അതൊക്കെ നമ്മുടെ ഒരു മത്സരവേദികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നു കയറുമ്പോൾ ഒരു ഗൃഹാതുരത്വമുണ്ട്, വല്ലാത്തൊരു ഗൃഹാതുരത്വമുണ്ട്. പ്രസംഗവും കഥാപ്രസംഗവും ഒക്കെ ആയി നടന്ന സ്കൂൾ യുവജനോത്സവ കാലത്തിൻ്റെ വിവിധങ്ങളായ മത്സരങ്ങളുടെ വേദികൾ എനിക്ക് തോന്നുന്നു 8, 9, 10 3 വർഷം സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു പഴയ വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പോൾ അതൊരു ഗൃഹാതുരത്വം കൂടി വരും. മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള സ്ഥാനം, അതിന് നേരെ വൈകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ, മത്സരങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോഴുള്ള മാനസിക പ്രയാസം. പ്രസംഗമൊക്കെ ആകുമ്പോൾ 5 മിനിറ്റ് മുമ്പാണ് വിഷയം തരിക. അപ്പോൾ ആ 5 മിനിറ്റ് മുമ്പ് വരെ എന്താകും വിഷയം എന്നുള്ളതിനെക്കുറിച്ചൊരു ആലോചന. പിന്നെ അത് കഴിഞ്ഞ് സ്കോർ ബോർഡിലേക്ക് സ്കോർ എഴുതുമ്പോൾ ഗ്രേഡ് എത്ര എന്നറിയാനുള്ളൊരു ആകാംക്ഷ, ഇതെല്ലാം കുട്ടികളെ പോലെ ഇപ്പോൾ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ കലോത്സവത്തിന് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. അതൊരു സഹവർത്തിത്വം ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം പല വേദികളിലും ഈ വാദ്യോപകരണങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള പല വിധത്തിലുള്ള സഹകരണങ്ങളുണ്ടാകും. വലിയൊരു സഹകരണത്തിൻ്റെയും കൂടി ഒരു അനുഭവങ്ങളുണ്ടാകും. അത്തരത്തിൽ മറക്കാനാവാത്ത അനുഭവം ജീവിതത്തിൽ മുതൽക്കൂട്ടാവുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സർഗാത്മകത അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മുദ്രയായി വരണം എന്നുള്ളത് വിദ്യാർത്ഥി കാലത്ത് തെളിയിക്കേണ്ടതാണ്. ഞാൻ പണ്ട് കഥാപ്രസംഗ മത്സരത്തിൽ ജില്ലാതലത്തിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ അവസാന സമയത്ത് എന്നോടൊപ്പം അവസാന ഘട്ടത്തിൽ മത്സരിക്കാൻ വരുന്ന ആൾക്ക് ശബ്ദം പെട്ടെന്ന് പോയി. അപ്പോൾ ശബ്ദം വളരെ പെട്ടെന്ന് പോയപ്പോൾ ഭയങ്കര പ്രശ്നമായി, പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾ എന്നിട്ട് പുറത്ത് പോയിട്ട് ഈ കയ്പ്പയ്ക്ക കഴിച്ചാൽ വെറ്റില കഴിച്ചാലൊക്കെ ശബ്ദം തിരിച്ചു കിട്ടും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കയ്പ്പയ്ക്കയും വെറ്റിലയൊക്കെ മേടിച്ചു വന്നു. ആളത് കഴിച്ച് മത്സരിച്ചു, എന്നോടൊപ്പം മത്സരിച്ചു. 2ാം സ്ഥാനം കിട്ടി. 1ാം സ്ഥാനം എനിക്ക് തന്നെ കിട്ടിയതുകൊണ്ട് വേറെ ടെൻഷനില്ല. പക്ഷേ അതൊക്കെ ഒരു അനുഭവമാണ്. നമ്മുടെ ഒപ്പം മത്സരിക്കുന്നവരോട് ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുതാ മനോഭാവത്തോടെ കാണേണ്ടതല്ല. കമ്പോളമല്ല കലയ്ക്ക് കലയുടേതായിട്ടൊരു സ്പേസ് ഉണ്ട്. അത് കുട്ടികൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. സൗഹൃദത്തിൻ്റെ മധുരമുള്ള ഒരു കൈപ്പയ്ക്ക അല്ലേ, അതാണ് അന്നുണ്ടായത്. അതെ, തീർച്ചയായിട്ടും സൗഹൃദത്തിൻ്റെ മധുരമുള്ളൊരു കൈപ്പയ്ക്ക മനസ്സിലിങ്ങനെ കഥാപ്രസംഗത്തിൻ്റെ ഓർമ്മയായിട്ട് ബാക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു പഴയ കാലഘട്ടത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ നമ്മോട് പങ്കുവച്ചത്. ഏതായാലും കലോത്സവം തകർക്കുകയാണ്, കല നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം നിറഞ്ഞു കവിയുകയാണ്. ഏതായാലും മത്സരാർത്ഥികളെല്ലാം തന്നെ വലിയ ഉഷാറോടെ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു, മാറ്റുരച്ചുകൊണ്ടിരിക്കുന്നു.